Meet the editors. ഇന്ത്യ മാലിദ്വീപ് ബന്ധം കൂടുതൽ വഷളാവുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. മോദിക്കെതിരായ പരാമർശത്തിന് പിന്നാലെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തതായി ഹൈക്കമ്മീഷണർ കേന്ദ്രത്തെ അറിയിച്ചു. മന്ത്രിമാരുടെ പ്രസ്താവന വ്യക്തിപരമാണെന്നാണ് മാലിദ്വീപ് സർക്കാരിന്റെ നിലപാട്. വിഷയത്തിൽ തൽക്കാലം പരസ്യ പ്രസ്താവന വേണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. വിവാദങ്ങൾക്കിടെ ലക്ഷദ്വീപിലെ ടൂറിസം വികസനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നറിയിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ലക്ഷദ്വീപിലെ ജലശുദ്ധീകരണം നാളെ മുതൽ ആരംഭിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. അതിനിടെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസും മന്ത്രിതല സംഘവും 5 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തി. വ്യാപാര വാണിജ്യ മേഖലയിൽ സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ചോദ്യം ഇതാണ്: മാലിക്ക് തിരിച്ചടിയോ? സുജയ പാർവതി, മാലിദ്വീപ്സിന് തിരിച്ചടിയായോ? തിരിച്ചടിയാകുമല്ലോ. കാരണം ഇന്ത്യ ഒരു ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ എടുത്ത ആ ഒരു നിലപാട് അതൊരു വിദ്വേഷ പ്രസ്താവനയായിട്ടാണ് ഞാൻ കാണുന്നത്. 3 മന്ത്രിമാരാണ്. ആ മന്ത്രിമാരുടെ സസ്പെൻഷൻ കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ എടുത്ത നിലപാടുകളെക്കുറിച്ചൊക്കെ ആമുഖത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അപ്പോളജി അത് തന്നെയാണ് മാലിദ്വീപ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വരേണ്ടത്. മാലിദ്വീപിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് മുയിസു ഇന്ന് ചൈനയിലാണുള്ളത്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം അവിടെ ഈ മുൻപേ എടുത്ത ഒരു തീരുമാനമനുസരിച്ചാണ് സന്ദർശനമെങ്കിലും അത് നേരത്തെ ഉണ്ടായിട്ടുള്ള പതിവുകൾ തെറ്റിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നതും കാണേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ മന്ത്രിമാരുടെ പ്രസ്താവന. അത് ഒരാൾ പറയുന്നു, മറ്റേയാൾ അടുത്ത ഒരു കമന്റ് ഇടുന്നു. അത് വെറും പൊടുന്നനെ സംഭവിച്ച ഒന്നായി ഞാൻ കരുതുന്നില്ല. നേരത്തെ തന്നെ ഇന്ത്യ ഔട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി തന്നെയാണ്. അതൊരു വിദ്വേഷ പ്രസ്താവന തന്നെയാണ്. ആലോചിച്ചെടുത്ത ഒരു പ്രസ്താവനയാകാനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ആദ്യം ഇന്ത്യ സന്ദർശിക്കുക എന്ന മുയിസുവിന്റെ മുൻഗാമികൾ സ്വീകരിച്ച നയം എന്തുകൊണ്ട് മുയിസു മാറ്റി? ഒന്നാമത്തെ ചോദ്യം അതാണ്. ആ മാറ്റത്തിന് പിന്നിലുണ്ടായിരിക്കുന്ന കാരണം അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണോ ഈ 3 മന്ത്രിമാരിലൂടെ നമ്മൾ കണ്ടത് എന്നതാണ് അവിടെ നിൽക്കുന്നത്. ചൈന ഇന്ന് അദ്ദേഹത്തിന്റെ കമന്റാണ്. ഇന്ന് അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷമുള്ള ഫസ്റ്റ് കമന്റ് ഇങ്ങനെയാണ്: ചൈനയും മാലദ്വീപും, അതിൻ്റെ ഒരു തർജ്ജമ ഞാൻ പറയാം, ചൈനയും മാലദ്വീപും കാലാകാലങ്ങളായുള്ള സൗഹൃദത്തിൽ അഭിമാനിക്കുന്നു എന്നതാണ് ആദ്യത്തെ വാചകം തന്നെ. നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷമുള്ള ലാസ്റ്റ് 52 years ആണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിൽ വെള്ളിയാഴ്ച വന്ന ഒരു എക്സിലെ ഒരു പോസ്റ്റ് കൂടി ഞാൻ പറയാം. ചൈനയുടെ വിദേശകാര്യ വക്താവാണ് ഹുവ ചുനിയിങ്. അദ്ദേഹം വെള്ളിയാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത കാര്യത്തിൽ ഇതേ വാചകങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടേക്ക് മുയിസു പോകുന്നത്, അവിടെയുള്ള ചൈനയുടെ പ്രതികരണം, ഇത് രണ്ടും തമ്മിൽ വളരെ ചേർന്ന് നിൽക്കുകയാണ്. പിന്നെ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അവിടുത്തെ മാലിദ്വീപിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്ന് പരാജയപ്പെടുത്തിയത്. അതിനുശേഷം വന്നിരിക്കുന്ന അവിടെ നിന്നുള്ളൊരു ആക്ഷൻ അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപിന് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെയുള്ള ഒരു സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ഏതിടങ്ങളിൽ പോയി ആ ഇടത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ, നേരത്തെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായൊക്കെ സമാന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഹാഷ്ടാഗുകളൊക്കെ നരേന്ദ്രമോദി ഇട്ടതാണ്. അന്നൊന്നും ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഒരു രാജ്യത്തിൻ്റെയും നേതാക്കളിൽ നിന്ന് നമ്മൾ കണ്ടതല്ല. അപ്പോഴാണ് ഇവിടെ കൃത്യമായി മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രതികരണം വരുന്നത്. അത് ഒരു ഹെയ്റ്റ്രഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിദ്വേഷം തന്നെയാണ് പുറത്തു വന്നത്. അതിന് കൃത്യമായ മറുപടി അവർ തരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം അതൊരു സ്ട്രാറ്റജിക് റിലേഷനാണ്. ട്രേഡ് റിലേഷൻ്റെ കാര്യത്തിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 4 ഇരട്ടി ആ വ്യാപാരം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് കണക്കാണ്. അപ്പോൾ അങ്ങനെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻ അവിടെ ഉള്ളപ്പോൾ എന്തിന് ചൈനയുടെ പിന്നാലെ പോയി? ചൈനയുടെ പിന്നാലെ പോയിട്ടുള്ളവർക്ക്, ശ്രീലങ്ക അടക്കമുള്ളവർക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മുയിസുവിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, മുയിസു അവിടെ എത്തിയതിനു ശേഷം സുപ്രധാനമായ കരാറുകളിൽ ഒപ്പിടാൻ പോകുന്നുവെന്നാണ് പറഞ്ഞത്. അതായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ വരാൻ പോകുന്ന വാർത്ത. ചൈനയ്ക്കൊപ്പം നിൽക്കുക, ഇന്ത്യയെ തള്ളിപ്പറയുക, ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ തള്ളിപ്പറയുക. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്നുള്ള ഔദ്യോഗിക സ്റ്റാൻഡ്, അതുകൂടി വെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കമൻറ്റ് വരുന്നത്. ഇസ്രായേലിൻ്റെ കളിപ്പാവ എന്നാണ് നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നത്. അത് ഒരു വളരെ ആലോചിച്ചെടുത്ത ഒരു കമൻറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒക്കെ ഇങ്ങനെയൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടത് അത്ര സ്വാഭാവികമായി സംഭവിക്കേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ
തിരിച്ചടി വരാൻ പോകുന്നത് മാലിക്ക് തന്നെയാണ്. കാരണം മാലിദ്വീപിലേക്ക് നമ്മുടെ ഉണ്ണിസാർ അടക്കം കഴിഞ്ഞ വർഷത്തെ ഇവിടെ നിന്ന് പോയ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഒരു 3 എണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മുടെ ഉണ്ണിസാറാണ്. അപ്പോൾ എന്ത് ചെയ്യല്ലേ എന്താണ് അരുൺ സാറേ, ഞാനൊരു ഒരു മാലദ്വീപിലേക്ക് ഒന്ന് പോയി. ഇന്ന് രാവിലെ മുതൽ ഈ മാലദ്വീപ് വിഷയത്തുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ നിരന്തരം ക്രൂശിക്കപ്പെട്ടു ഒരു രാജ്യദ്രോഹിയായി. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഉണ്ണിസാർ പോവില്ല എന്ന് നമ്മുടെ നേരത്തെ ഈവനിംഗ് ഷോയിൽ തന്നെ വ്യക്തമാക്കി. കാരണം രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് ഉണ്ണിസാറിന്റെ. അതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ ആൾക്കാർ എങ്ങനെ പെരുമാറുമെന്ന് അറിയത്തില്ല. ഭയങ്കര സെക്യൂരിറ്റി സംശയമില്ല, ഒരു സംശയവും വേണ്ട. വീണ്ടും രാജ്യസ്നേഹി അല്ല എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ്, രാജ്യസ്നേഹിയാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മാലിക്ക് തിരിച്ചടിയാകുന്നത് ഈ ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കാരണം മത്സ്യബന്ധനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൂറിസം ആണല്ലോ. അപ്പോൾ ഈ ടൂറിസം GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 25%. അതിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളാണ് റഷ്യ കഴിഞ്ഞാൽ ഇപ്പോൾ മാലി പുറത്തുവിട്ട നവംബർ വരെയുള്ള കണക്കനുസരിച്ച് കൂടുതലായി ഉള്ളത് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ തന്നെയാണ്. ഇപ്പോൾ ഡിസംബറിന്റെ കൂടി എടുത്തു കഴിഞ്ഞാൽ ഡിസംബറിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വെച്ചിട്ടാണ് ഈ 2 ലക്ഷം 2 ലാക്ക് പ്ലസിൻ്റെ ഒക്കെ കണക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ കുറയുന്നത് തന്നെ മാലിക്ക് തിരിച്ചടിയാണ്. പിന്നെ ഇതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സുനാമി ആയാലും മറ്റു തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ആയാലും എല്ലാം ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന, ആദ്യം സഹായിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്തെ എന്തിനിങ്ങനെ പിണക്കണം? അതാണ് എനിക്ക് മാലിയോട് ചോദിക്കാനുള്ളത്. അപ്പോൾ മാലിക്ക് ഇതൊരു തിരിച്ചടിയാണ്. അത് സർക്കാർ തിരിച്ചറിഞ്ഞ് പ്രോപ്പർ അപ്പോളജിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നികേഷ് കുമാർ, നോക്കൂ, ഈ മൊയ്സു സർക്കാരിലെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ പത്രത്തിലൂടെ അറിഞ്ഞത്. ഇന്നലെ ടെലിവിഷനിൽ ലോകത്ത് ആദ്യമായിട്ടാണ് ഞാൻ സസ്പെൻഷൻ കേൾക്കുന്നത്. പുറത്താക്കലും രാജിവെക്കലും ഒക്കെ ഉണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത് അത് തന്നെ മാലദ്വീപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആത്മാർത്ഥതയില്ലാത്ത നടപടിയാണ്. നിങ്ങൾക്ക് ആ മന്ത്രിമാരോട് യോജിപ്പാണെങ്കിൽ അവരെ നിലനിർത്തുക, അത് യോജിപ്പില്ല എങ്കിൽ പുറത്താക്കുക. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യ ഇന്നിപ്പോൾ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ക്ലൗൺ, പപ്പറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറയാനിടയായിട്ടുള്ള സാഹചര്യമൊക്കെ ആ രാജ്യത്തിൻ്റെ ഒരു ബാലിശമായ നിലപാടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു രാജ്യത്തെ ഭരണാധികാരിയെ, ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്തം വഹിക്കുന്ന മന്ത്രിമാർ ക്ലൗൺ എന്നും പപ്പറ്റ് ഓഫ് ഇസ്രായേൽ എന്നൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് മാലദ്വീപിനെ പോലെ ഇത്രയും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. മാലദ്വീപ് സമീപകാലത്ത് അറിയപ്പെടുന്നത് IS തീവ്രവാദികളുടെ താവളം എന്നുള്ള നിലയിലാണ്. ആ നിലയിലുള്ള പെനിട്രേഷൻ പോലും അവിടെ ഉണ്ട് എന്നിരിക്കെ സ്വാഭാവികമായും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് റോയൊക്കെ അവിടെ വളരെ സജീവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്തിൻ്റെയൊക്കെ അനിവാര്യത അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കുമെന്ന് മൊയ്സു വന്ന ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നു. നിരവധി കരാറുകൾ റദ്ദാക്കാൻ ഒരുങ്ങുകയാണ്. തുർക്കി, UAE കഴിഞ്ഞതാ ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്നു. കീഴ്വഴക്കം ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ് എന്തായാലും മൊയ്സൂർ സർക്കാരിനെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് തുറന്നു പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് മാലദ്വീപിനെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അതല്ല നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാലദ്വീപിൻ്റെ അതേ സാധ്യതകൾ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിനും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. നേരത്തെ പൃഥ്വിരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് അവരുടെ ഭക്ഷണത്തിലും അവരുടെ ജീവിത രീതിയിലുമൊക്കെ ഇടപെട്ടതിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് സംഘപരിവാർ ഹാൻഡിലുകളൊക്കെ അതും ഇതും തമ്മിൽ ക്ലബ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മളൊക്കെ ടെലിവിഷൻ ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ നിലയിലല്ലാതെ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൻ്റെ വികസനത്തെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ നരേന്ദ്രമോദി നേരത്തെ തയ്യാറാകേണ്ടതായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അതിന് ഈയൊരു സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ ഈ സാർക്ക് രാജ്യങ്ങളെല്ലാം തന്നെയും പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, ബംഗ്ലാദേശ് ആയിക്കൊള്ളട്ടെ, മ്യാൻമർ ആയിക്കൊള്ളട്ടെ, ഭൂട്ടാൻ ആയിക്കൊള്ളട്ടെ, മാലദ്വീപ് ആയിക്കോട്ടെ, ഈ അഫ്ഗാനിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, ഇതിനകത്തുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഇപ്പോൾ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മാലദ്വീപ് എല്ലാം തന്നെയും വ്യത്യസ്ത ഭരണാധികാരികൾ വരുമ്പോൾ വ്യത്യസ്ത നിലയിൽ ഇന്ത്യയോട് സമീപനം പുലർത്തിയിട്ടുള്ള രാജ്യങ്ങളാണ്. ഉദാഹരണത്തിന് താലിബാനുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ വിരോധമാണ് അഫ്ഗാനിസ്ഥാൻ്റെ നയമെന്ന് പറയുന്നത്. അതേസമയം അവിടെ ജനകീയ സർക്കാർ ഉണ്ടാകുമ്പോൾ ഇന്ത്യ അവരുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപക്ഷെ എക്സൈൽ ഗവൺമെൻറ് പോലും പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് ഹസീന എക്സൈലായി നിന്നിട്ടുള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മാലദ്വീപിൻ്റെ കാര്യത്തിൽ. അവിടെ നിന്ന്
ഒരു ഭരണാധികാരി മറ്റൊരു ഭരണാധികാരിയെ കൂവിലൂടെ ഔസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇന്ത്യയിലാണ് വന്ന് നിലകൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള അതിൻ്റെക്കാളും അപ്പുറത്തേക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു 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 നിഗമനത്തിൽ ഇന്ത്യ സർക്കാർ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ചൈനയെ വളയുക എന്നുള്ള തന്ത്രം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ചൈനയുടെ ലോകം മുഴുവൻ കീഴടക്കാനുള്ളൊരു ബെൽറ്റ് റോഡ് പദ്ധതി ഉണ്ടല്ലോ, അതിന് ഉപോത്ബലകമാകുന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ അതിന് പ്രതിരോധം എന്ന വിധത്തിൽ ഇന്ത്യ സർക്കാരും കൃത്യമായ രീതിയിൽ അമേരിക്കയുമായി ഓസ്ട്രേലിയയുമായി അതുപോലെ തന്നെ ജപ്പാനുമായി ഒരു ആക്സസ് ഉണ്ടാക്കുന്നത് നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ളതാണ്. സമാനമായ രീതിയിൽ ബദൽ ചൈനയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചൈന അതിൻ്റെ വ്യോമതാവളങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ചൈന അതിൻ്റെ സാമ്പത്തിക ശേഷി ഇന്ത്യക്ക് ചുറ്റും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചൈന അതിൻ്റെ സൈനിക താവളങ്ങൾ ഒരുക്കുന്നതിലും ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ ക്രൈസിസ് എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. തീർച്ചയായും സർക്കാരിനോടൊപ്പം തന്നെയാണ് നമ്മുടെ നിലപാട്. മാലിക്ക് തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് തീർച്ചയായും മാലിക്ക് തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കണ്ടറിയണം എന്നാണ് ആ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ. യഥാർത്ഥത്തിൽ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ, എനിക്കൊന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ, പ്രത്യേകിച്ച് ഈ മൊയ്സു സർക്കാർ വരുന്ന സമയം മുതൽ തന്നെ ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോഗ്രാഫി പാക്റ്റുകൾ അടക്കമുള്ള ചില ഇന്ത്യയും മാലിദ്വീപ്സും തമ്മിൽ നരേന്ദ്രമോദി സർക്കാർ അവസാനം വിസിറ്റ് ചെയ്ത സമയത്ത് ഒപ്പുവെച്ച കരാറുകൾ പലതും റദ്ദാക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. മാലിദ്വീപ്സിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ മിലിറ്ററിയെ പുറത്താക്കണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെടുന്നു. അതൊക്കെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന നിലയിൽ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു അന്തർദേശീയ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 4 മടങ്ങാണ് ഇന്ത്യയും മാലിദ്വീപ്സും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് എന്ന് പറയുന്നത്. അത് ഗുണം ചെയ്തിരിക്കുന്നത് ഏറെയും മാലിദ്വീപ്സിനാണ്. ഹെൽത്ത് സെക്ടറിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം മാലിദ്വീപ്സിൽ നിന്ന് ധാരാളം ആളുകൾ കേരളത്തിലേക്ക് വരുന്നു. ടൂറിസം മേഖലയിൽ മാലിദ്വീപ്സിന് ഗുണകരമാണ്. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാലിദ്വീപ്സിലേക്ക് എത്തുന്നത്. ആ കണക്ക് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. റഷ്യയേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നാണ്. 2,19,000-ലധികം ആളുകൾ മാലിദ്വീപ്സിലേക്ക് കഴിഞ്ഞ വർഷം മാത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം 700 പേർ മാത്രമാണ് നേരത്തെ സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഒരു ദിവസം 12,000 പേർ ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപ്സിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഇന്ത്യയും മാലിദ്വീപ്സും തമ്മിൽ എക്കണോമിക്കായി, സ്ട്രാറ്റജിക്കായി, ഡിഫൻസ് മേഖലയിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന കൂപ്പിൽ പോലും ഈ മാലിദ്വീപ്സിനെ സർക്കാരിനെ നിലനിർത്താൻ സഹായിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ചൈനയിലേക്കല്ല, ഇന്ത്യയിലേക്കാണ്. അപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി ആവട്ടെ, ആഭ്യന്തര കലാപമാവട്ടെ, ഈ അട്ടിമറി ശ്രമങ്ങളാവട്ടെ, അപ്പോഴൊക്കെ ഇന്ത്യയുടെ സഹായം തേടിയിരുന്ന മാലിദ്വീപ്സ് എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഫസ്റ്റ് അപ്രോച്ച് വിട്ട് ചൈന ഫസ്റ്റ് അപ്രോച്ചിലേക്ക് പോയത്? ഇതാണൊരു അന്തർദേശീയ രാഷ്ട്രീയത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. അവിടെയാണ് ഇന്ത്യ ഇസ്രായേൽ, ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ചൈനയുടെ നേരത്തെ സൂചിപ്പിച്ച റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ്, ആ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു 150ഓളം രാജ്യങ്ങളെ ഒരുമിച്ച് ഒരു മുത്തുമണി പോലെ കോർത്തെടുത്ത് ചൈന ഇന്ത്യയും അമേരിക്കയ്ക്കും എതിരെയൊക്കെയുള്ള ശക്തമായൊരു അന്തർദേശീയ സാന്നിധ്യമാകാനുള്ള ഒരു വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാണ്. ആ പദ്ധതികൾ പലയിടങ്ങളിലും വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ പോലും ചൈന ഇപ്പോഴും സജീവമാക്കി നിർത്തുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യൻ ഓഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഓഷനിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി തടയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മാലിദ്വീപ്സ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട്. ആ ബന്ധവും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയം ഉണ്ടാവുന്നു. അവിടെ ഇന്ത്യ ഇസ്രായേൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അമേരിക്ക ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് ചൈനയെ പരിഭ്രാന്തിയിലാക്കുന്നു. ചൈന മാലിദ്വീപ്സിലേക്ക് കടന്നു കയറ്റാനുള്ള ശ്രമം നടക്കുന്നു. അവിടെയാണ് മുർസി ഗവൺമെൻറ് ചൈന ഫസ്റ്റ് അപ്രോച്ച് പോളിസി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുന്നു. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കഴിഞ്ഞ തവണത്തെ സോലി ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത മുദ്രാവാക്യം ഇന്ത്യ ഔട്ടാണ്. അപ്പോൾ അത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ മോദി സർക്കാരിനെതിരെ ഒരു വലിയ രീതിയിലുള്ളൊരു വിശ്വാസക്കുറവ് അവിടെ വന്നിട്ടുണ്ട്. അതിന് തീർച്ചയായും വംശീയമായ കാരണങ്ങളും ഉണ്ടാവാം. പക്ഷേ അതൊന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു രാജ്യത്തിന്
ഇടപെടാനോ ഇന്ത്യ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിന് അധിക്ഷേപിക്കാനുള്ള കാരണമോ ആയി തീരുന്നില്ല. പ്രധാനമന്ത്രി എന്തിനാണ് ലക്ഷദ്വീപിൽ പോയത്? അതൊരു കേവലം മറ്റുദ്ദേശങ്ങളില്ലാത്ത യാത്രയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ തന്നെ പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപ് സന്ദർശിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ. അത് വളരെ നല്ല കാര്യമാണ്, പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി കൂടി അതിന് പിന്നിലുണ്ടാവാം എന്നാണ്. കാരണം ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു. ചൈനയിലേക്ക് സന്ദർശനം നടത്താൻ മൗസി തീരുമാനിക്കുന്നു. നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബാക്കി പൂരിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊരു കോൺസ്പിറസി തിയറി അവിടെ ഇരിക്കട്ടെ. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ നയതന്ത്രവും നമ്മളുടെ അന്തർദേശീയ വിദേശ നയവും ഒക്കെ പ്രധാനമന്ത്രി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് ചെറുചലനങ്ങൾ പോലും വലിയ ചലനങ്ങളാക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് പോയി ഫോട്ടോ ഇട്ടാൽ മാലിദ്വീപ്സിന് പെട്ടെന്ന് വികാരമുണ്ടാവുന്നു. അത് ചൈനയിൽ ലക്ഷദ്വീപിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ മാലിദ്വീപിലേക്ക് വരാതിരിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് അവരതിനെ വ്യാഖ്യാനിക്കുന്നു. ഒടുവിൽ സംഭവിച്ചത് എന്താണ്? പുതുതായിട്ട് അധികാരത്തിലേക്ക് എത്തിയ സർക്കാരിന് 3 മന്ത്രിമാരെ സസ്പെൻഷനിലാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അന്തർദേശീയ സമ്മർദ്ദമേറുന്നു. ചൈന മാത്രം ഒപ്പമുണ്ട്. ഇപ്പോൾ ചൈനയിലെ ഗ്ലോബൽ ടൈംസ് അനുകൂലമായിട്ടൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് വലിയ പിന്തുണ മാലിദ്വീപ്സിന് കിട്ടാതെ വരുന്നു. നഷ്ടം വരാൻ പോകുന്നതോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡേഴ്സിൻ്റെ സംഘടന എല്ലാ ബുക്കിങ്ങും നിരോധിക്കാൻ പറയുന്നു. ഈസി ട്രിപ്പിൻ്റെ ഷെയർ കൂടുന്നു. മേക്ക് മൈ ട്രിപ്പിൽ മാത്രം 4500% ഗൂഗിൾ സെർച്ച് വരുന്നത് ഈ ലക്ഷദ്വീപിലെ ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചാണ്. സെലിബ്രിറ്റി ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആയിരുന്നു. ഈ മാലിദ്വീപ്സിലെ ആരാണ് യഥാർത്ഥത്തിൽ പരിചയപ്പെടുത്തിയത്? സിനിമാ താരങ്ങളാണ്. മാലിദ്വീപ്സിൽ പോയി അവധി ദിനങ്ങൾ ആഘോഷിക്കുന്ന ആൾക്കാരുടെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ മാലിദ്വീപ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? അല്ലേ? സെലിബ്രിറ്റി ടൂറിസം ഉണ്ട് അവിടെ. കാര്യം അവിടെ ഈ കടൽ തീരത്ത് ബീച്ച് ടൂറിസം ഈസ് ഇമ്പോർട്ടൻറ്റ്. എനിക്കൊന്നും അത് നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ആയിരിക്കും. ആ ബീച്ച് ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഹോളിവുഡ് താരങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ആ സെലിബ്രിറ്റികൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഇനി ഞങ്ങൾ മാലിദ്വീപ്സിലോട്ട് ലക്ഷദ്വീപിലേക്ക് പോകാൻ പോകുന്നു. ലക്ഷദ്വീപിന് പക്ഷേ മാലിദ്വീപ്സിൻ്റെ അത്ര വലിയ ആളുകളെ സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി അമിത്ഷായുടെ മകനടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. നമുക്കതറിയില്ല. കാര്യം 32 ദ്വീപുകളിൽ 10 മാത്രമേ ജനവാസ കേന്ദ്രങ്ങളുള്ളൂ. ബാക്കി 22 കേന്ദ്രങ്ങളിലും ജനവാസ കേന്ദ്രമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിലേക്ക് വരൂ എന്ന് 36 ദ്വീപുകളാണ്, അതിൽ 10 മാത്രം. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ മാലിദ്വീപ്സിലേക്ക് വരാതിരിക്കുക എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മാലിദ്വീപ്സിലെ ഈ 3 ഒരുപക്ഷെ വേണ്ടത്ര രാഷ്ട്രീയ ബോധ്യമില്ലാത്ത 3 മന്ത്രിമാർ നടത്തിയ പ്രതികരണങ്ങൾ മാലിദ്വീപ്സിന് തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിനും അധിക്ഷേപിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ അധിക്ഷേപിക്കുന്ന പക്ഷം നമ്മൾ സർക്കാരിനോടൊപ്പം തന്നെയാണ് നിൽക്കുക. അത് നമ്മുടെ ആഭ്യന്തര വിഷയമാണ്. ലക്ഷദ്വീപിൽ നമ്മൾ പോവും, നമ്മൾ ആഘോഷിക്കും, അവിടുത്തെ ബീച്ച് ടൂറിസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അടുത്തവണ ഉണ്ണി ബാലകൃഷ്ണൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ മുഹമ്മദ് മുയിസു എന്നുള്ള മാലദ്വീപിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഇന്ത്യ വിരോധിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മുതൽ അധികാരത്തിലേറിയ ശേഷവും ആ നിലപാട് തന്നെയാണ് അദ്ദേഹം തുറന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലേക്ക് ആദ്യം വരേണ്ട എന്ന തീരുമാനമെടുത്തത്. മറ്റു രാജ്യങ്ങളിലേക്കാണല്ലോ പോയത്. മാലിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ മാലിക്ക് തിരിച്ചടിയാണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഇന്ത്യയുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ടായിരുന്ന ചെറുദ്വീപുകളുടെ ഒരു സമുച്ചയമാണല്ലോ. അപ്പോൾ ആഴമേറിയ അടുപ്പം ഉണ്ടായിരുന്നു. ഈ 88-ൽ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടന്നപ്പോൾ ഓപ്പറേഷൻ കാക്ടസിലൂടെ ഇന്ത്യ അത് അടിച്ചമർത്തിയിട്ടുണ്ട്. 2004 സുനാമി നേരത്തെ സുജയ് ചൂണ്ടിക്കാണിച്ച പോലെ 2014 ശുദ്ധജല വിതരണ പ്രതിസന്ധിയിൽ അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2020 കോവിഡ് കാലത്തും അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഇന്ത്യ സഹായിച്ചു എന്ന് മാത്രമല്ല, സൈനിക മേഖലയിലും അടിസ്ഥാന സൗകര്യ മേഖലയിലും ഒക്കെ ഇന്ത്യയുടെ സഹായം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നിക്ഷേപം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് ചൈന എത്തുകയും ചൈന കരുത്ത് കാട്ടാൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അത് ഒരു അവസരമാക്കി എടുക്കുന്നത്. മുയിസുവിന് നേരത്തെ തന്നെ ഇന്ത്യ വിരോധമുണ്ട്. അത് മുസ്ലിം വിരുദ്ധമായ നിലപാടുകളാണ് ഇപ്പോഴത്തെ സർക്കാർ എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രയേലിനെ അനുകൂലിക്കുന്നതിനെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നത്. ഇത് പക്ഷേ മുയിസിൻ്റെ കാലത്ത് മാത്രം തുടങ്ങിയതല്ല. 2013-2018 കാലത്തിൽ ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന അബ്ദുൾ യമീൻ്റെ കാലത്ത് തന്നെ ഇന്ത്യ വിരോധം കുറച്ച് തുടങ്ങിയിരുന്നു. പക്ഷേ പൂർണ്ണമായും ഇന്ത്യയെ തള്ളുന്ന ഒരു നിലപാടെടുത്തിരുന്നില്ല. വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മാലദ്വീപിൽ ഈ മുഹമ്മദ് സോലിഹിന്റെ കാലത്ത് എത്തിയ സൈനികരെ തിരിച്ചു വിളിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സമുദ്ര നിരീക്ഷണത്തിൽ മാലദ്വീപ് സൈനികരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് 75 സൈനികർ അവിടെ തുടർന്നിരുന്നത്. അവരെ തിരിച്ചു വിളിക്കൂ, അവരിനി ഇവിടെ തുടരേണ്ട എന്നൊരു നിലപാട് ഇപ്പോൾ മുയിസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബന്ധം പൂർണ്ണമായും മോശമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ആ ബന്ധം മോശമാകുമ്പോൾ അത് ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളിടത്ത് സ്വാഭാവികമായും ആ ചെറുദ്വീപുകൾക്ക് തന്നെയാണ് ദോഷം വരിക. ഇപ്പോൾ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. മാലദ്വീപിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ടൂർ പാക്കേജുകൾ, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടെ ഈ ഗ്രൂപ്പിൻ്റെ ഓഹരി വില ഇന്ത്യൻ വിപണിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർ അതിലാണല്ലോ നിലനിൽക്കുന്നത്. ഒറ്റയടിക്ക് 17 ലക്ഷം ആൾക്കാർ. അതെ, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത്. 2,91,098. GDP-യുടെ 28% സംഭാവന ചെയ്യുന്നത് ടൂറിസമാണ്. അതിൽ 60% വിദേശ നാണയ വിനിമയം ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായും അവർ ആശ്രയിക്കുന്നത് നമ്മളെ ആകുമ്പോൾ ഈ രൂപത്തിൽ കടുത്ത നിലപാടിൽ നിൽക്കാൻ പറ്റും. ചൈനയുടെ പിന്തുണയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ലക്ഷദ്വീപിലേക്ക് വരാൻ പറയുമ്പോൾ ഈ പോകുന്ന റഷ്യക്കാരിൽ കുറച്ചുപേര് ലക്ഷദ്വീപിലേക്കും വരും. അതെ, ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാട് അവർ മാറ്റുകയും ചൈന ഫസ്റ്റ് എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു മൊയ്സ്. അപ്പോൾ അത് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും, ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾ ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു, നമ്മളോട് എത്രത്തോളം പിന്തുണയോടെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ഇപ്പോൾ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പദ്ധതികളുണ്ട്. അതിനെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ മുഖച്ഛായ മാറ്റുന്നു. അവിടുത്തെ ജനങ്ങളെ, പ്രദേശവാസികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള മറ്റൊരു വിഷയമായി അവിടെ നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പ്രഫുൽ കോട പട്ടേൽ, അദ്ദേഹം പണ്ട് ബിൽഡറായിരുന്നു അല്ലേ, പൊളിറ്റിക്കൽ കോർപ്പറേറ്റ് ആണ് അദ്ദേഹമാണ്, ഗുജറാത്ത്. അപ്പോൾ അവിടുത്തെയാണ് അഡ്മിനിസ്ട്രേറ്ററായി ഇപ്പോൾ പ്രഫുൽ കോട എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് അവിടെ പ്രത്യേക പദ്ധതികളുണ്ട്. ലക്ഷദ്വീപിനെ മാലദ്വീപിന് പകരമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉയർത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ മാലദ്വീപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നടപടി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഈ മാലദ്വീപിനെ ആദ്യമായൊരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നത് ഇന്ത്യയാണ് എന്ന് മാത്രവുമല്ല, 1960-കൾ മുതൽ ഇങ്ങോട്ട് മാൽഡീവ്സിന് ഇന്ത്യയുമായിട്ട് ഏറ്റവും മികച്ച ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മാൽഡീവ്സിൽ പലതരത്തിലുള്ള അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ലിബറൽ ഡെമോക്രസി സർവൈവ് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. പക്ഷേ 2015 മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മാൽഡീവ്സിലെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവിടുത്തെ ഒരു രാഷ്ട്രീയ സ്വഭാവവും മാറുന്നുണ്ട്, ആ സമൂഹത്തിൻ്റെ സ്വഭാവവും മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് അധികാരത്തിലെത്താൻ പറ്റുന്നൊരു റൂട്ട് അവിടെ രൂപപ്പെട്ടു വരുന്നു. അതിനെ ഈ മുഹമ്മദ് മൊയ്സു സുഖകരമായി ഉപയോഗിക്കുന്നു. അതിന് പറ്റുന്ന സ്ലോഗനാണ് ഈ സെൽഫ് പ്രൈഡ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ രാജ്യം, നമ്മുടെ ദേശീയത അത് ആർക്കും വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വികാരമുണർത്തുന്നതിനകത്താണ് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു പോയല്ലോ. ബ്രിട്ടൻ പരമാവധി ശ്രമിച്ചു ഈ ജനങ്ങളിൽ ഈ റഫറൻഡം നടത്തിയിട്ടൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ ബ്രെക്സിറ്റ് ഇന്ന് വിട്ടുപോകണ്ട എന്നുള്ളതാണ്. കാരണം അവരുടെ ട്രേഡൊക്കെ വളരെ വലിയ രീതിയിൽ വികസിച്ചിട്ടുണ്ടല്ലോ. അവസാനം ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നു ലണ്ടനെ സർക്കാർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക. സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ ബ്രിട്ടീഷ് ജനതയ്ക്കും എന്തോ നമ്മുടെ സ്വാതന്ത്ര്യം പോയി എന്നൊരു തോന്നലുണ്ടാവുകയാണ്. ഇതൊരു വികാരം ഉണ്ടാക്കുകയാണ്. പോസ്റ്റ് ട്രൂത്ത് അവിടെയാണ് ഈ പോസ്റ്റ് ട്രൂത്ത് വരുന്നത്. അപ്പോൾ ടക്കനെ ജനം തിരിഞ്ഞിട്ട് ഈ ബ്രെക്സിറ്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു, വിജയിക്കുന്ന ഒരൊറ്റ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക. സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഫീലിംഗ് എൻ്റെ സ്വാതന്ത്ര്യം ആരോ കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം. നമ്മുടെ രാജ്യം വേറൊരു വിദേശ ശക്തിയുടെ കൈപ്പിടിയിലാണ് എന്ന് വരുത്തി തീർക്കുക, അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. അപ്പോൾ അതൊരു വികാരമായി വളർത്തുന്നു. അതിനകത്ത് ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിനൊരു വലിയ റോളുമുണ്ട്. ആ രീതിയിൽ ഇന്ത്യയുടെ വിദേശ നയം മാറുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു. അവിടെയാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം വരുന്നത്. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിനകത്ത് പാലസ്തീനെതിരായിട്ട് ഇന്ത്യ നിലപാടെടുക്കുമ്പോൾ, ഇതുവരെ ഇന്ത്യ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി എടുക്കുമ്പോൾ, അത് അവിടെ ഒരു മുസ്ലിം കൺട്രിയാണ് ബേസിക്കലി മാൽഡീവ്സ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ അതിനകത്തൊരു റാഡിക്കലൈസേഷൻ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു എതിർമുഖമായി അവർക്ക് നിൽക്കേണ്ടി വരും. അവിടെ ഇന്ത്യക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട വരുമാനമൊന്നും അവിടെ നിന്നും നേടിയെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യക്ക് സാമ്പത്തിക ബാധ്യതയാണ് യഥാർത്ഥത്തിൽ മാൽഡീവ്സ് എന്ന് പറയുന്നത്. മാൽഡീവ്സ് ഒരു സ്ട്രാറ്റജിക്കൽ പോയിൻ്റാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷനകത്തുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അത് വളരെ നിർണായകമായ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ടും അവരെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അതൊക്കെ ഇന്ത്യക്ക് വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയും, ഇനിയും ചെയ്യാൻ കഴിയും. ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ സന്ദർശനം, ചൈനയിൽ നിന്ന് സമ്പത്ത് നേടുക എന്നൊക്കെ ഉള്ളതാണ്. ചൈനയുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനുമായി ബന്ധമുണ്ടാക്കുന്നുണ്ട്, ശ്രീലങ്കയുമായി ബന്ധമുണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് നമ്മുടെ വരുമ്പോഴേ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകാൻ പോകുന്നത് കൊളംബോ പോർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊളംബോ പോർട്ടിന് വരുന്ന ഈ കൊളംബോയാണ് ആകപ്പാട് ചൈനയുടെ ഇപ്പോഴത്തെ ഒരു വരുമാനം, ലങ്കയുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചൈന അവിടെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കൊളംബോ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ബന്ധങ്ങൾ ഇന്ത്യക്ക് ചുറ്റുമായി ചൈന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ സീ റൂട്ട് മാൽഡീവ്സ് വഴിയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് വരുന്നത് എന്നുള്ളതാണ്.
ആ സീ റൂട്ട് വളരെ പ്രധാനമായിരിക്കുന്നതുകൊണ്ട് ഇന്ത്യ അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന മാൽഡീവ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ആ പ്രശ്നം പരിഹരിക്കേണ്ടി വരും. പക്ഷേ ഇന്ത്യ കീഴടങ്ങിക്കൊണ്ടല്ല പരിഹരിക്കുക. അത് ഇത് സർജിക്കൽ സ്ട്രൈക്ക് ആട്ടോ, എനിക്ക് അതിനകത്ത് ഒരു സംശയമില്ല, അതിനകത്ത് ഒരു കോൺസ്പിറസി തിയറി ഇല്ല. ഞാൻ നരേന്ദ്രമോദി അങ്ങനെ ചുരുക്കി കാണുന്നതേ ഇല്ല. വളരെ ഒരു പിന്നെ ഒഴിവുകാലം അങ്ങോട്ട് ചെലവഴിക്കാൻ പോയി എന്നിട്ട് ലക്ഷദ്വീപിനെ കുറിച്ച് ഒരു ട്വീറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു ടൂറിസം സർജിക്കൽ സ്ട്രൈക്കാണ്. അത് വളരെ തന്ത്രപ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഒറ്റ അടിയിലുണ്ടല്ലോ എത്ര വലിയ നഷ്ടമാണ് മാൽഡീവ്സിന് ഉണ്ടായിരിക്കുന്നത്. ഫോട്ടോ ഇട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അത് വലിയ സർജിക്കൽ സ്ട്രൈക്കാണ്. എന്നിട്ട് ഫോട്ടോ സെഷൻ ആണല്ലോ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത്. കാരണം അത് കൃത്യമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോട്ടോ സെഷനാണ്. നേരത്തെ സ്മൃതി അല്ല, അവിടെ ഞാൻ കൺക്ലൂഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് കാര്യം കൺക്ലൂഷൻ ആൾക്കാർ കാത്തിരിക്കും. ഒരു ഇടവേള വേണം. എനിക്ക് കൺക്ലൂഷനിലേക്ക് ഒന്ന് പോകാം. അതിനുശേഷം നയതന്ത്രം പറയാനുള്ളത് സുജയ്. ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇതൊരു മണ്ടത്തരമാണ് മാൽഡീവ്സ് കാണിക്കുന്നതെന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. അതിന്റെ കാര്യം വെച്ചാൽ നയതന്ത്രപരമായി മാത്രമല്ല, ഇക്കണോമിക്കലി അതിലൂടെ ഡിപ്ലോമാറ്റിക്കലി ഒക്കെ തന്നെയും സ്ട്രാറ്റജിക്കലി ഒക്കെ തന്നെയും മാൽഡീവ്സ് ഒരു വലിയ വീഴ്ചയിലേക്കാണ് പോകുന്നത്. ആ വീഴ്ചയ്ക്ക് അവർ വലിയ വില കൊടുക്കേണ്ടത്. ഇന്ത്യ ഇതൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് പരിഹരിക്കാനൊന്നും പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വികാരം വന്നിരിക്കുന്നുണ്ട്. വേറൊരു തരം പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്പ് ചെയ്ത പൊളിറ്റിക്സിനെ പരമാവധി നരേന്ദ്രമോദി ഉപയോഗിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവിൽ ഒരു നയതന്ത്ര ചാനലിലൂടെ ഇപ്പോൾ ഇതൊന്നും ഉടനെ പരിഹരിക്കാൻ പോകുന്നതെന്ന് മാത്രവുമല്ല, ചൈന ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ ഹെൽപ്പൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനൊന്നും എളുപ്പമല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. സോ സ്ട്രാറ്റജിക്കലി അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കലി ഇക്കണോമിക്കലി ഇതൊരു ഫോൾസ് സ്റ്റെപ്പായിരുന്നു. അതിന് വലിയ വില കൊടുക്കും. ഇപ്പോൾ ചൈന ഇന്നിപ്പോൾ ഗ്ലോബൽ ടൈംസിൽ എഴുതിയിരിക്കുന്ന സീറോ സം ഗെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും ഇപ്പം മാലദ്വീപ്സും തമ്മിൽ എത്തിയിരിക്കുന്ന ഈ ഒരു ബന്ധത്തിലെ വിള്ളൽ എന്ന് പറയുന്നത് ആർക്കും ഗുണകരമാവില്ല എന്നാണ്. അത് തെറ്റാണ്, അത് ഇന്ത്യക്ക് ഗുണകരമാവും. സ്മൃതി പറഞ്ഞ ഒരു പോയിന്റിൽ ഞാനൊന്ന് കൂട്ടിച്ചേർത്തിട്ട് പിന്നെ സുജയ ബാക്കി പൂർത്തിയായിക്കോട്ടെ. നോക്കൂ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിലാണെങ്കിൽ പോലും മൊയ്സൂനാണെങ്കിലും മറ്റേതെങ്കിലും ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനാണെങ്കിലും ഒരു നിലപാടൊക്കെ എടുക്കാം. വേണമെങ്കിൽ അതിർത്തി കടന്നും ഒരു പക്ഷേ നരേന്ദ്രമോദിയോടോ. നമ്മളിപ്പോൾ നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ പ്രസംഗിക്കുമ്പോൾ ഒബാമയെയും അതുപോലെ തന്നെ ബുഷിനെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ പ്രസംഗിക്കുന്നത്. അതൊക്കെ പക്ഷേ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പക്ഷേ ആ വിദേശ നയം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ആ വിദേശ നയം അദ്ദേഹം തെറ്റായ വിധത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിപ്രോക്കേഷൻ വേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി കൊടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒന്നത്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ പിന്നെ ഈ മാൽദ്വീപ് എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാന കാലഘട്ടത്തിൽ 50 വർഷം കൂടി ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം പറയുന്ന രാജ്യമാണ്. 50 വർഷം മാത്രം, 50 വർഷം ഓൾ ഔട്ട് ആവാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യമാണിത് എന്നുള്ളത് ആലോചിക്കണം. തൊട്ടയൽവക്കത്തോടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഒന്നത്. രണ്ട്, അവിടെയും ഒരു പോയിന്റ് ഉണ്ട്. ചൈനയാണ് ഇൻഫ്രാസ്ട്രക്ചർ വലിയ നിലയിൽ മാൽദ്വീപിന് നൽകുന്നത് എന്നുള്ള അതുണ്ട്. ഇന്ത്യ ഗോതമ്പ് അരിയും മാത്രമാണ് കൊടുക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായി കൊടുക്കുന്നത് ചൈനയാണ്. നോക്കൂ, ചൈന ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തൊരു രാജ്യത്തിന്റെ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞു. ശ്രീലങ്ക, അവിടെ പോർട്ടും വിമാനത്താവളവും രാജപക്ഷയുടെ സ്വന്തം നാട്ടിൽ വിമാനത്താവളം കൊടുത്തവരാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിലയിരുത്തതിൽ നിന്ന് ഇന്ത്യയുടെ കോർട്ടിലാണ് പന്ത്, അല്ലെങ്കിൽ രാജ്യത്തിനൊപ്പമാണ്, രാജ്യം ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ് ക്ലിയർ എന്നുള്ളത് ഇതിനകം തന്നെ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ മുഹമ്മദ് മൊയ്സുവിൻ്റെ ഈ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ക്യാമ്പയിനിൽ ഇന്ത്യ ഔട്ട് എന്നത് മാത്രമല്ലല്ലോ, അതിനകത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മാലദ്വീപിൽ ഇന്ത്യ നിയോഗിച്ചിട്ടുള്ള സൈന്യമുണ്ട്, അതിനെ പിൻവലിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് ഈ നിമിഷം വരെ ഇന്ത്യ ചെയ്തിട്ടില്ല, ഇന്ത്യ പിൻവലിച്ചിട്ടില്ല. അത്ര പ്രാധാന്യമുള്ള തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ UAE-യിൽ വെച്ച് എനിക്ക് തോന്നുന്നു COP28 പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ മാസം കൂടിക്കാഴ്ച നടത്തിയതാണ് മുഹമ്മദ് മൊയ്സു. അപ്പോൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് സൈനികരെ തിരിച്ചു വിളിക്കണം, മിണ്ടിയില്ല. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഇന്ത്യയുമായി മാലദ്വീപിലെ മൊയ്സു സർക്കാരല്ല, അതിന് മുൻപുള്ള സർക്കാരുകൾ ഒപ്പുവെച്ച കരാറുകൾ, 100ഓളം കരാറുകളുണ്ട്. ഇപ്പോൾ ചൈനയുമായി ഒപ്പിടാൻ പോകുന്നത് ഈ കരാറുകളിൽ ചിലത് റദ്ദാക്കേണ്ട കരാറുകളാണ്. അപ്പോൾ ആ കരാറുകൾ ഒപ്പുവെച്ചത് പുനഃപരിശോധിക്കണം. അതും മൊയ്സു ആവശ്യപ്പെട്ടു, അതും ഇന്ത്യ ചെയ്തിട്ടില്ല. പിന്നെ മൊയ്സു അറിയപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചൈനയുടെ അടുപ്പക്കാരനാണ്. ഇവിടെ മൊയ്സു ഉദ്ദേശിക്കുന്നത്, അതേക്കുറിച്ച് നയതന്ത്രജ്ഞരൊക്കെ അല്ലെങ്കിൽ നയതന്ത്ര വിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ച് മൊയ്സു രണ്ടു രാജ്യങ്ങളെയും ഒരേപോലെ നിർത്താനായിട്ടുള്ള ഒരു ഗെയിം പ്ലേ അവിടെ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ആ മോഹത്തിന് പൂർണ്ണമായും തടയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഫൈനലായി പറയാനുള്ളത്. ഇന്ത്യയെ പിണക്കിയാൽ ടൂറിസത്തിലൂടെ വരുമാനം കുറയുമെന്നത് മനസ്സിലാക്കി മൊയ്സു തിരുത്തുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിയേറ്റ് ചുരുളുക, അത് മാത്രമാണ് മൊയ്സുവിന് മുന്നിലുള്ള വഴി. ഒരു എക്കണോമിക് സാങ്ഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം അങ്ങോട്ട് സന്ദർശകർ പോവാതിരുന്നാൽ തന്നെ ഒരു വലിയ എക്കണോമിക് സാങ്ഷനാണ്. സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക്. അപ്പോൾ സാമ്പത്തിക ഉപരോധമാണ് അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് മാലദ്വീപ്സ് അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത്. മാലിക്ക് തിരിച്ചടിയായോ? യെസ് എന്ന് 5, നോ എന്ന് 0.
ഇന്ന് മീറ്റ് ദ എഡിറ്റേഴ്സ് അവസാനിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിൽക്കിസ് ബാനുവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. 2 വാചകങ്ങളാണ്. ആ വാചകം ഇതാണ്: 1.5 വർഷത്തിനിടെ വീണ്ടും ചിരിക്കാനാകുന്നു, തൻ്റെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു, തൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു കല്ലിറക്കി വെച്ച് ആശ്വാസം തോന്നുന്നു, വീണ്ടും ശ്വസിക്കാനും പുഞ്ചിരിക്കാനും കഴിയുന്നു എന്നതാണ്. ആ നല്ല വാർത്തയോടുകൂടി ഇന്ന് മീറ്റ് ദ എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് നാളെ കണ്ടുമുട്ടാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.